പൊതുജന സേവനങ്ങൾ ഒറ്റക്കുട കീഴിൽ കൊണ്ടുവരാൻ തുടങ്ങിയ കെ സ്മാർട്ട് പദ്ധതിയാവുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ മറ്റ് സോഫ്റ്റ്വെയറുകളെല്ലാം പെരുവഴിയിലാണ്. 14ഓളം സോഫ്റ്റ്വെയറുകളാണ് ആക്സസ് ചെയ്യാൻ പോലും അറിയാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടത്. ആപ്പുകൾ ഉണ്ടാക്കാനായി സംസ്ഥാന സർക്കാർ മുടക്കിയ തുകയ്ക്കും കണക്കില്ല. ടിൻഡുദാസുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. ടിൻഡു, സർക്കാരിന് ഒന്നിനും കണക്കില്ല. ഇങ്ങനെ കുറേ K4 സ്മാർട്ട് അങ്ങനെ കുറേ പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും തന്നെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ആവശ്യമില്ലാതെ പാഴായി പോവുകയും ചെയ്യുന്നുണ്ട്. അധിക ചെലവും വരുത്തുന്നുണ്ട്, അതും ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ തന്നെ. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുജനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഒറ്റ കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കെ സ്മാർട്ട് പദ്ധതി അല്ലെങ്കിൽ കെ സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ പുതുവർഷത്തോടു കൂടി പുറത്തിറക്കുന്നത്. പക്ഷേ ഈ കെ സ്മാർട്ട് എന്ന പദ്ധതി പുറത്തിറക്കുമ്പോഴും ഇതുവരെയായിട്ട്, അതായത് 2016 മുതൽ ഈ റവന്യൂ വകുപ്പിന്റെ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും കൂടിയായിട്ട് ഏതാണ്ട് 16ഓളം ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറുകളാണ് ഇത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ 16ഓളം സോഫ്റ്റ്വെയറുകളും ആക്സസ് ചെയ്യാൻ അറിയാവുന്ന ഉദ്യോഗസ്ഥർ പോലും ഈ സർക്കാർ സർവീസ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അവർക്ക് വ്യക്തമായ സാങ്കേതിക വിദ്യാഭ്യാസ സാങ്കേതിക പഠനങ്ങൾ നടത്താതെയാണ് ഈ ആപ്പുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളും ഉണ്ടാക്കുന്നത്. ഇതേ ചൊല്ലിയാണ് ഇതിനകം തന്നെ ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ വരുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും വിവിധ ആപ്പുകളും സോഫ്റ്റ്വെയറുകളും തയ്യാറാക്കാനായി സാങ്കേതിക വകുപ്പിന്റെ ശുപാർശയോടുകൂടി ധനവകുപ്പ് ചിലവഴിക്കുന്നത്. പക്ഷേ ഈ പണം ചിലവഴിക്കുമ്പോഴും ഒരുപക്ഷെ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഈ ആപ്പുകൾ സജീവമാവുകയും തുടർന്ന് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ സവാരി, അതുപോലെ തന്നെ വെബ്കോ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ. ഈ ഊർജ്ജ വകുപ്പിലായാലും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിലായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലായാലും ആഭ്യന്തര വകുപ്പിലുൾപ്പെടെ വിവിധതരം ആപ്പുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ 2014 മുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതൊന്നും ആക്സസ് ചെയ്യാൻ അറിയാവുന്ന ആരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസങ്ങൾ നൽകാറില്ല. ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ടും ഇപ്പോഴും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിവിധ വകുപ്പുകളിലെ എല്ലാ സേവനങ്ങളും കെ സ്മാർട്ട് അതുപോലെയുള്ള ഏക ജാലകം വഴി കൊണ്ടുവരാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സ്മാർട്ട് എന്ന് പറയുന്നത് കേരള പോലുള്ള ഒരു പാഴായി പോകുന്ന ഒരു ആപ്പായി പോകുമെന്ന് തന്നെയാണ്. ശരി, എന്തായാലും സർക്കാർ കൊണ്ടുവരുന്ന ഓരോ പദ്ധതികളും പാഴാവുക തന്നെയാണ്, ഒന്നും സ്മാർട്ട് ആകുന്നുമില്ല. ടിൻഡുദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.